ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സമ്പത്ത് എന്ന് പറയുന്ന നമുക്കറിയാം, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നത്തു ഉമ്മത്തി അൽ മാൽ. എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. എല്ലാ സമുദായത്തിനും ഒരു പരീക്ഷണമുണ്ട്. എന്റെ സമുദായത്തിന് ഒരു പരീക്ഷണം സമ്പത്താണെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പരീക്ഷണമാകാതിരിക്കാൻ പണ്ഡിതന്മാർ നമുക്ക് 5 ബാധ്യതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്താണ്. അത് വർഷാവർഷം നമ്മൾ കൂട്ടി അത് കണക്കാക്കി നിർബന്ധമായും അതിന്റെ കണക്കനുസരിച്ച് നമ്മൾ കൊടുക്കണം. എല്ലാവർക്കും അറിയാം സക്കാത്ത് എന്താണ്. രണ്ടാമത്തത് സ്വതക്കയാണ്. സക്കാത്ത് അല്ല സ്വതക്ക. സ്വതക്ക എന്ന് പറയുന്നത് എപ്പോഴും ഏത് സമയവും എല്ലാവർക്കും കൊടുക്കുന്നതാണ്. സക്കാത്ത് അങ്ങനല്ല. അതിനെ 8 വിഭാഗം ആളുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന് പറഞ്ഞ സൂറത്ത് തൗബയിൽ 8 വിഭാഗം ആളുകൾ അല്ലാഹു നിജപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ആ സ്വദഖ അഥവാ ആ സക്കാത്ത് അതിന്റെ സമയം വരുമ്പോൾ അത് നിർബന്ധമായും കൊടുത്തു വിട്ടിട്ടുണ്ട്. അതോടൊപ്പം സ്വതക്ക എപ്പോഴും ഒരാൾക്കൊരു ചായ വാങ്ങി കൊടുത്താൽ അത് സ്വതക്കയാണ്. ഒരാൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അയാൾ ബസ്സിന് പൈസ കൊടുത്താൽ സ്വതക്കയാണ്. അത് സക്കാത്തിന്റെ ബാധ്യത കൊടുക്കുന്നു. രണ്ടാമത്തത് സ്വതക്കയാണ്. മൂന്നാമത്തത് ഔൻ, അത് ഹെൽപ്പ് ചെയ്യുക എന്നത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഔന് എന്ന് പറയുന്നത്. നമ്മളെ കുടുംബത്തിൽ, നമ്മളെ കൂട്ടുകാരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശറു തുആമി തുആമുൽ വലീമ യുദ്ആ ലഹൽ അഗ്നിയാഉ യത്റുകുൽ ഫുഖറാ. വലീമത്തിന്റെ ഭക്ഷണം ഒരു മോശം. സമ്പന്നരെ മാത്രമല്ലേക്ക് ക്ഷണിച്ച് പാവപ്പെട്ട ആളുകളെ അവഗണിക്കുന്നെങ്കിൽ ആ വലീമത്തിന്റെ ഭക്ഷണം മോശമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങളെ പരിഗണിക്കാത്ത ഒരു സമ്പത്ത് അത് നമുക്ക് വലിയൊരു പരീക്ഷണമായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേകമായൊരു കാര്യം നമുക്കൊരു താക്കീതെന്നോണം പറയുകയുണ്ടായി. വല്ലദീ ബഅസനീ ബിൽ ഹഖ്, എന്നെ സത്യവുമായി അയച്ച ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യഖ്ബലുല്ലാഹു സ്വദഖത മിൻ റജുലിൻ, ഒരു മനുഷ്യന്റെ സ്വദഖ അല്ലാഹു സ്വീകരിക്കുകയില്ല. വലഹു ഖറാബത്തു മുഹ്താജു ഇലാ സ്വദഖതിഹി വയസ്രിഫുഹാ ഇലാ ഗൈരിഹിം. സ്വന്തം കുടുംബത്തിലെ ആവശ്യക്കാരുണ്ടായിട്ട് ആ സ്വന്തം കുടുംബത്തിലെ ആവശ്യക്കാർക്ക് കൊടുക്കാതെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്ത് കൊടുക്കുന്നു എങ്കിൽ ഒരിക്കലും അല്ലാഹു ആ സ്വതക്ക സ്വീകരിക്കുകയില്ല. അല്ലാഹുവിനെ സത്യമിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഒരു കാര്യം പറഞ്ഞു. ലാ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആ അല്ലാഹുവിന്റെ കയ്യിലാണ്. ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുകയില്ല. കാരണം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ അവശത അനുഭവിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഗൗരവപ്പെട്ടതാണ് വിഷയം. അവൻ എന്നോട് കേൾക്കട്ടെ, അവൻ വേറെ ആളോട് കൈകാട്ടാൻ പോയതെന്ന് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ഇതെല്ലാം നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ പരിഗണിക്കേണ്ടത്. പോയി കാണണം, നമ്മളെ സ്വന്തം പെങ്ങന്മാരെ പോയി കാണണം,
സ്വന്തം രക്തബന്ധമുള്ള ആളുകളെ നമ്മൾ സമ്പത്തുള്ള ഞാൻ പോയി കാണണം. അവരുടെ പ്രയാസങ്ങൾ ഞാൻ നേരിൽ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. ഇത് എൻ്റെ ഒരു ബാധ്യതയാണ്. ഈ ബാധ്യത നിറവേറ്റാതെ ഞാൻ എത്തിങ്ങാനേക്ക് ഒരു 10 കോടി അരി കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസ്റ്റേജിക്ക് വേണ്ടി ആരെങ്കിലും കാണാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി പള്ളിക്ക് സംഭാവന ചെയ്തത് കൊണ്ടോ അവിടെ അവശത അനുഭവിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നതല്ല ആ അള്ളാഹുവിന്റെ ദീൻ. അവിടെ പോയി അത് പൂർത്തീകരിച്ച് എന്നിട്ട് ഇങ്ങോട്ട് വരണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചുറ്റി സഞ്ചരിച്ചത് ആരൊക്കെയാണ് അവശത അനുഭവിക്കുന്നവർ എന്ന് അറിയാൻ വേണ്ടി കൂടിയായിരുന്നു. ആരൊക്കെയാണ് ആവശ്യക്കാർ എന്ന് അറിയാൻ കൂടിയായിരുന്നു. രാത്രി സമയങ്ങളിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചുറ്റി സഞ്ചരിച്ചത്. അതുകൊണ്ട് അവന് ഏറ്റവും വലിയ പ്രധാനമാണ് നമ്മളെ സമ്പത്തിന്റെ ഒരു ഭാഗം ഹെൽപ്പ് ചെയ്യാൻ. നമ്മളെ കുടുംബത്തിൽ, നമ്മളെ സമൂഹത്തിൽ, നമ്മളെ സൊസൈറ്റിയിൽ ആരൊക്കെ അവശത അനുഭവിക്കുന്നുവോ അവർക്കെല്ലാം അവന് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നത് നമ്മളെ സമ്പത്തിന്റെ ഒരു ബാധ്യതയാണ്. നാലാമത്തത് ഖർള് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക. കടം എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പോയപ്പോൾ സ്വർഗത്തിന്റെ വാതിക്കൽ എഴുതി വെക്കപ്പെട്ട ഒരു കാര്യം കാണുകയുണ്ട്. അസ്സദഖതു ബിഅശ്രി അംസാലിഹാ വൽ ഖർദു ബി8 ളിയഫ. സ്വതക്ക ചെയ്ത ആൾക്ക് 10 കൂലിയുണ്ട്, കടം കൊടുത്ത ആൾക്ക് 18 കൂലിയുണ്ട് എന്ന് സ്വർഗത്തിന്റെ വാതിക്കൽ മേറാജിന്റെ രാത്രിയിൽ ഞാൻ പോയപ്പോൾ എഴുതി വെച്ചതായി കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് സ്വതക്ക എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും കിട്ടും. കടം എന്ന് പറയുന്നത് അത് ആവശ്യക്കാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കടം വാങ്ങൂ, ഇല്ലെങ്കിൽ ഒരാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ ഞാൻ കഴിയില്ല. അപ്പോൾ വലിയൊരു ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ്. അയാൾക്ക് 11 ഉറുപ്പ്യ കടം കൊടുത്താൽ 18 ഉറുപ്പ്യ അള്ളാഹു കൊടുക്കുമെന്ന്. പക്ഷേ കടം കൊടുക്കുമ്പോൾ വാങ്ങുന്ന ആൾക്കൊരു ബാധ്യതയുണ്ട്. സൂറത്ത് അൽ ബഖറയിൽ 281 ഏതോ ഒരു ആയത് ഓർമ്മയില്ല, ആ കടത്തിന്റെ ഭാഗം വരുന്ന അതിന് ഇപ്പുറത്തെ നേരെ ആയത്തെന്താ അറിയും? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ. അതിന് നേരെ അപ്പുറത്ത് ഉള്ള ആയത്ത് ഏതാണെന്ന് അറിയോ? കടവുമായി ബന്ധപ്പെട്ട വൈദാ തദായൻതു ബിദൈനിൻ ഫക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ എന്ന് തുടങ്ങുന്ന വലിയൊരു ഒറ്റ പേജിലുള്ളതായി. വത്തഖൂ യൗമൻ, ഒരു നാളെ സൂക്ഷിക്കണേ. കടം കൊടുക്കുന്ന ആളുകൾ, കടം വാങ്ങുന്ന ആളുകൾ രണ്ടാളും സൂക്ഷിക്കണേ. കടം വാങ്ങുമ്പോൾ ആ കടം വാങ്ങിയ ആള് എപ്പോഴാണോ തിരിച്ചു കൊടുക്കേണ്ടത് ആ സമയത്ത് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ വാങ്ങുമ്പോൾ തന്നെ ഒരു നിയ്യത്ത് വേണം, ഞാൻ ഈ കടം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന്. അള്ളാഹു എങ്ങനെയെങ്കിലും അത് കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ അഖദ അംവാലൻ നാസ് യുരീദു അദ്ദഹ അദ്ദല്ലാഹു, എങ്ങനെയെങ്കിലും വീട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാളുടെ സമ്പത്ത് ഒരാൾ വാങ്ങുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ കടം എങ്ങനെയെങ്കിലും വീട്ടിക്കൊടുക്കും. വമൻ അഖദ അംവാലൻ നാസ് ഇത്ലാഫഹ അത്ലഫഹു അല്ലാഹ്, ആ കടം വാങ്ങുമ്പോൾ എങ്ങനെയും കൈ കിട്ടിട്ട് പിന്നലെ നോക്കാം, എങ്ങനെയെങ്കിലും. സാധാരണ നമ്മളെ ഹനി ഡ്രാഫ്റ്റ് ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഹനി നമുക്കറിയാം, നല്ല മധുരമായ ആ വാക്കുകൾ പറഞ്ഞ് എന്തെല്ലാം എവിടെ വെക്കണം അവനെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുലഫഹു അവിടെ തുടങ്ങി അവന്റെ സോൾ.
അവിടെ മുതൽ അവർക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം വരാനായി. അള്ളാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം എടുത്ത സമയത്ത് അവന് കൊടുക്കണം എന്ന ഉദ്ദേശം അവനില്ല, എങ്ങനെയെങ്കിലും തോപ്പിക്കണം എന്ന ഉദ്ദേശം. അവന്റെ സമ്പത്ത് നശിക്കും, അവന്റെ കുടുംബം നശിക്കും, അവന്റെ വീട് നശിക്കും, എല്ലാം നശിച്ച് ബർബാദാകുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുപോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വാങ്ങുന്നവർക്ക് താക്കീതായി പറയുകയുണ്ടായി. അതുകൊണ്ട് സമ്പത്തിന്റെ ഒരു ബാധ്യതയാണ് കടം കൊടുക്കുക. കടം വാങ്ങുന്ന ആള് ആ ഇസ്ലാമികമായ മര്യാദ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വലിയ ആഫത്തിലേക്ക് പോകും. അഞ്ചാമത്തത് വസിയ്യത്താണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് വഖഫ് ചെയ്യുക എന്നാണ്. പഴയ കാലത്തൊക്കെ വഖഫ് ചെയ്തിരുന്നു. നമുക്ക് കഴിയുന്നെങ്കിൽ പള്ളിക്കോ മദ്രസക്കോ എന്താണ് ഈ സ്ഥാപനങ്ങൾക്ക്, ഇല്ലെങ്കിൽ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം, കിണർ, ഇതൊക്കെ വഖഫ് ചെയ്യാൻ പറ്റും. നമ്മളെ ബാധ്യത സമ്പത്തിൻ്റെ ഒരു ബാധ്യതയാണ്. കൂടുതൽ വിഷയാക്കാനുള്ള സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 5 ബാധ്യതകൾ നമ്മൾ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാം നിർവഹിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ തിരിച്ചു വിളിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി വഅലൽ അഹദ് الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد حمدا بلا عدد واشهد ان لا اله الا الله ولي الصالحين واشهد ان محمدا عبد الله ورسوله اللهم صل على محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم ارض عن الخلفاء الأربعة ساداتنا أبي بكر وعمر وعثمان وعلي بدور الدجى وعن سائر الصحابة أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم أقم الصلاة. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا
الصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله.